രമ്യ എന്നാണ് എൻ്റെ പേര്. കുറച്ച് ദിവസങ്ങളായിട്ട് ചേച്ചിയും മക്കളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ശ്രദ്ധ നേടിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു വിഷയത്തെ കുറിച്ചൊന്ന് പറയാമോ? അത് എന്നുവെച്ചാൽ ഞാൻ ഈ കിടു മീഡിയ എന്ന് പറഞ്ഞൊരു കണ്ണൻ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ ഇറക്കിയത്. അതിൽ ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ഞങ്ങൾ സപ്പോർട്ടിനായിട്ട് വിളിച്ചിരുന്നു, സംസാരിച്ചിരുന്നു, സമാധാനം പറഞ്ഞിരുന്നു. പിന്നെ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് അതിൽ പറഞ്ഞ പോലെ തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് വീടും സ്ഥലവും വേണം. അതേപോലെ തന്നെ ഞങ്ങളിപ്പോൾ ഈ നിൽക്കണ കട പൊളിപ്പിക്കാണ്ട് ഞങ്ങൾക്ക് ഇവിടെ തന്നെ കച്ചവടം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാക്കി തരണം. ഇപ്പോൾ അന്നൊരു പ്രശ്നം ഉണ്ടായി എന്ന് പറഞ്ഞിരുന്നല്ലോ, ആ പ്രശ്നത്തെ കുറിച്ച് ഒന്ന് പറയാമോ? പറയാം. ആ പ്രശ്നം എന്ന് പറഞ്ഞ ഒരാൾ അന്ന് എനിക്ക് ഇവിടെ ടിക്കറ്റ് കച്ചവടം ഉണ്ടായിരുന്നു. ലോട്ടറി ടിക്കറ്റും കരിക്കും കൂടി ഞങ്ങളുടെ. അതിന് ശേഷം ഞാൻ ലോട്ടറി ടിക്കറ്റിൻ്റെ കച്ചവടം നിർത്തി. അപ്പോൾ ടിക്കറ്റ് എടുക്കണം എന്ന് പറഞ്ഞ ഒരാൾ വ്യക്തി ഇവിടെ വന്നു വെച്ചാൽ ബിനോയ് എന്നാണ് പേരുള്ളത്. ബിനോയോ ബിജോയ് എന്നാണ് പേര്. അപ്പോൾ ആൾ വന്നിട്ട് ആൾ നല്ല വെള്ളമടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. വെള്ളമടിച്ച് വന്ന് എന്നോട് അപമര്യാദ ഇല്ലായി സംസാരിച്ചപ്പോൾ എൻ്റെ കൈമ കയറി പിടിക്കുക അങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ കാട്ടൂർ പോയി പെറ്റീഷൻ കൊടുത്തപ്പോൾ അവർ ഞായറാഴ്ചയാണ് സംഭവം നടന്നത്. ഞായറാഴ്ച അവർ തന്നെ വന്നിട്ടാണ് ഇവിടുന്ന് ആളെ കൊണ്ടുപോയത്. കൊണ്ടുപോയി ഞങ്ങൾ വ്യാഴാഴ്ചയാണ് എന്നെ വിളിച്ചത് കേസിന്. അതായത് 24-ാം തീയതി കേസ് കൊടുത്തിട്ട് എന്നെ വിളിച്ചത് വ്യാഴാഴ്ചയാണ്. ഈ കഴിഞ്ഞ വ്യാഴാഴ്ച വിളിച്ച് ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ ഒരു വനിത എസ് ഐ ഉണ്ടായിരുന്നു. ആ വനിത എസ് ഐ ആണ് എന്നെ ആളോട് പറഞ്ഞത് എൻ്റെ പേർക്ക് വധശ്രമത്തിന് കേസെടുക്കാനായിട്ട്. ആ സമയത്ത് ഞാൻ എൻ്റെ മോളും കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ അവിടെ ഒന്നും പറയാൻ ഞാൻ നിന്നില്ല. ഞാൻ എൻ്റെ മോളെയും പിടിച്ചിട്ട് ഓടി രക്ഷപ്പെടുകയാണ് സത്യമായിട്ട് ഓടി രക്ഷപ്പെടുകയാണ് ഞാൻ ചെയ്തത് അവിടെ നിന്ന്. അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് കിടുമിടിയത്തെ കണ്ണൻ ചേട്ടനെ വിളിച്ചിട്ട് ഞാനൊരു സൊല്യൂഷൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു SP ഓഫീസിൽ പോയപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായ അനുഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെ പോലീസ് സ്റ്റേഷനിൽ കയറാൻ പേടിയുള്ള ആൾക്ക് പേടി മാറി. കാരണം എന്താ വെച്ചാൽ അവിടെയുള്ള സാറ് ഞങ്ങളോട് പെരുമാറിയത് അങ്ങനെ. എൻ്റെ 3 മക്കളെയും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ 3 പിള്ളേരെ ആൾ ചേർത്ത് പിടിച്ചു. ഞങ്ങളോട് കുറേ നേരം സംസാരിച്ചു. ഒട്ടും പേടിക്കണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് വേണ്ട നിയമം ഞാൻ മേടിച്ച് തരാമെന്ന് ഞങ്ങളോട് പറഞ്ഞു CI സാറ്. കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ പിണറായി സാറിനോട് ഒരു റിക്വസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ റിക്വസ്റ്റ് എന്തായിരുന്നു? അതെന്താ വെച്ചാൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ സമ്മതിക്കണം എന്നുള്ളതായിരുന്നു റിക്വസ്റ്റ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥലം ഇവിടെ ഇപ്പോൾ പഞ്ചായത്തിൽ നിന്നാണോ PNW വന്നതെന്ന് എനിക്കറിയില്ല. ഇവിടെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഈ കട ഞങ്ങൾ പൊളിക്കാൻ പോവുകയാണ്, ഈ കട പൊളിച്ച് കൊണ്ടുപോകും ഞങ്ങൾ എന്നാണ് പറഞ്ഞത്. അത് കാരണം ഞാൻ ഇവിടെ പെട്രോൾ മേടിച്ച് വെച്ചിട്ട് സത്യമായിട്ടും പെട്രോൾ മേടിച്ച് വെച്ചിട്ട് ഞാൻ ഇവിടെ ഇരിക്കണത്. എനിക്ക് പേടിയായിട്ടാണ് ഇരിക്കണത്. എന്താണെന്ന് വെച്ചാൽ കട പൊളിച്ച എൻ്റെ ഒരു വരുമാനം എന്ന് പറയുന്നത് ഇതിന്ന് കിട്ടിയ വരുമാനം കൊണ്ടാണ് ഞാൻ ജീവിച്ചു പോരുന്നത്. അപ്പോൾ ഇതിന്ന് കിട്ടിയ വരുമാനം ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മക്കളെ എങ്ങനെ പോക്കും? എനിക്ക് കക്കാനോ പിടിച്ചു പറിക്കാനോ അല്ലെങ്കിൽ അരുതാത്ത രീതിക്ക് നടന്ന് പൈസ ഉണ്ടാക്കാൻ എനിക്ക് ആഗ്രഹമില്ല. ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ഈ കട ഇട്ടിട്ട് ഇവിടെ ഇരിക്കില്ല. ഒരു കരിക്ക് വിറ്റ് എനിക്ക് കിട്ടണത് 10 രൂപയാണ് എനിക്ക് ലാഭം കിട്ടുന്നത്. ഇവിടെ ആകെ പോണത് 9, 10, 20 ഏറി വന്നാൽ 30 കരിക്കാണ് പോണത്. അത് വിറ്റാൽ തന്നെ നിങ്ങൾക്ക് തന്നെ കണക്കൂട്ടി അറിയാൻ പറ്റും എന്തോരം വരുമാനം ഇവിടെ നിന്ന് കിട്ടുന്നുണ്ടെന്ന് എനിക്ക്. ഇപ്പോഴത്തെ അവസ്ഥ എനിക്ക് കടയും വേണം, എനിക്കൊരു വീടും സ്ഥലം വേണം. കട വേണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ വിചാരിക്കണത് പൊളിപ്പിക്കരുതെന്ന്. ഇവിടെ തൊട്ടപ്പുറത്തൊക്കെ കടകളുണ്ട്. ആ കടകളൊന്നും പൊളിപ്പിക്കാണ്ട് എന്നെ മാത്രം ഇവിടെ നിന്ന് പൊളിപ്പിച്ച് മാറ്റും എന്നുള്ളത് ഈ കാട്ടൂർ പോലീസുകാർ കേസ് കൊടുത്തപ്പോൾ അവരെന്നോട് എടുത്ത് പറഞ്ഞ കാര്യമാണ്. നിന്നെ ഇവിടെ കച്ചവടം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ പഞ്ചായത്തിലേക്ക് വിളിച്ച് പറഞ്ഞിട്ട് ഇത് പൊളിപ്പിക്കുമെന്ന് അവരെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ തന്നെയാണ് ഇതിൻ്റെ ബാക്കിൽ നിന്ന് കളിക്കണേന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. എന്ത് വൈരാഗ്യത്തിനാണ് ഇവരെന്നോട് ഇങ്ങനെ ചെയ്യണേന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോൾ ഇങ്ങനൊരു പ്രശ്നം പോലീസുകാർ ചെയ്യുന്നു എന്ന് പറഞ്ഞല്ലോ, അതിനെന്തെങ്കിലും റീസൺ എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ? നമുക്ക് അത് എനിക്കറിയില്ല ഇവരെന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ചെയ്യണേന്നുള്ളത്. കാരണം ഇവർ മുൻപരിചയമോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും തെറ്റ് പറഞ്ഞിട്ട് നമ്മളവിടെ പോവുകയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഇതിന് മുന്നേ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്ന് എന്നെ ഈ കടയിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു ചേച്ചിനെ കുറിച്ചിട്ട് ഇങ്ങനെ പരാതികൾ പറയുന്നുണ്ട്. ചേച്ചി അങ്ങനെ അപ്പുറത്തെ കടയിലത്തെ വ്യക്തി ചേച്ചിനെ കുറിച്ച് പരാതികൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഫസ്റ്റ് പരാതി കൊടുത്തത്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ തെളിവൊന്നും ഇല്ലല്ലോ, തെളിവും കൊണ്ടുപോയോ, അപ്പം ഞാൻ കേസെടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ എന്നെ പറഞ്ഞയച്ചു. അതിൻ്റെ ശേഷം രണ്ടാമത് സുരേഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി നമ്മളെ വിളിച്ച് മോശമായി സംസാരിച്ചിട്ട് അതിൻ്റെ റെക്കോർഡും കൊണ്ട് ഞാൻ പോയി. അതുവരെ എൻ്റെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയിപ്പിച്ചു ഇവർ. എന്നിട്ട് അത് പെറ്റി കേസാക്കി എടുത്തു. അത് പെറ്റി കേസാക്കിയിട്ട് എന്നെ പേടിപ്പിച്ചു. 4.5 വർഷം ഈ മൊബൈൽ ഇവിടെ 4.5 വർഷം ഈ മൊബൈൽ ഇവിടെ മേടിച്ച് വെക്കുമെന്ന് പറഞ്ഞ് ആ പെറ്റി കേസാക്കി എടുത്തിട്ട് ഇന്നും എനിക്ക്
എന്താണ് ആ കേസിന് അവരത് പെറ്റി കേസാക്കി എടുത്തു. ഇതാണ് എനിക്ക് 3 പ്രാവശ്യം ഞാൻ ആ സ്റ്റേഷനിൽ കയറിയിട്ട് എനിക്കുണ്ടായ അനുഭവം. ആ പറയുമ്പോൾ എന്നെ പോലെ ഒരു സ്ത്രീയാണ് അവിടെ ഇരിക്കണത്. നമ്മുടെ വിഷമോ വേദനയോ അവർ മനസ്സിലാക്കാത്തത് ആണ്. എനിക്ക് എന്താണ് ഇതിൻ്റെ കാര്യം എന്നൊക്കെ മനസ്സിലാവാത്തത്. ആരിൽ നിന്ന് എന്തൊക്കെയാണോ വരിച്ചതെന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഈ 3 മക്കളെ പോറ്റണ്ടേ. ശരി, ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന വീഡിയോയിൽ, ഏറെ ശ്രദ്ധിക്കപ്പെട്ട വീഡിയോയിൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നു. അപ്പോൾ ഒരുപാട് ആൾക്കാർ അതിന് കമന്റിനായിട്ട് ഒരുപാട് വഴക്കുകൾ പറയുന്നത് കണ്ടിരുന്നു. അതിനെക്കുറിച്ച് എന്താ ചേച്ചി പറയാനുള്ളത്? അത് ഞങ്ങളുടെ സാഹചര്യം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പം എനിക്ക് എൻ്റെ മക്കളെ കൊല്ലണമെന്നോ ഞങ്ങൾക്ക് ജീവിക്കാണ്ടിരിക്കണമെന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. നമ്മളെ അങ്ങനെ ആഗ്രഹിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ മക്കളിനെ ഞങ്ങൾ ജീവിക്കാൻ സമ്മതിക്കില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്താ ചെയ്യുക? അപ്പം നമ്മൾ എന്താ ചെയ്യുക? അപ്പം നമുക്ക് മരിക്കല്ലാതെ വേറൊരു സൊല്യൂഷൻ ഇവിടെ ഇല്ല. കാരണം അപ്പം നമുക്ക് അധ്വാനിച്ച് ജീവിക്കാനും ഇവിടെ സമ്മതിക്കണില്ല. ഈ കടയിൽ നിന്ന് എന്നെ പൊളിച്ച് കൊണ്ടുപോകാൻ പറയണം. അപ്പം പിന്നെ ഇനി ഞാൻ എങ്ങനെ ജീവിക്കാം? എനിക്ക് സ്ഥിരമായിട്ട് ഒരു ഭാരപ്പെട്ട പണിക്ക് എനിക്ക് പോകാൻ പറ്റില്ല. എൻ്റെ ഈ തണ്ടലിൻ്റെ പ്രശ്നമുള്ള കാരണം കൊണ്ട് തണ്ടലിന് ചതവ് പറ്റിയിട്ട് ഞാൻ കെടുപ്പിലായിരുന്നു. എൻ്റെ മക്കളെ തന്നെ എന്നെ നോക്കിയത്. അതേപോലെ ബൈക്കിൽ നിന്ന് വീണിട്ട് എൻ്റെ കാലിന് 2 പ്രശ്നമായി. ഇവിടെ ഒരു 10 കരിക്ക് ഞാൻ എനങ്ങാണ്ട് നിന്ന് വെട്ടുകയാണെന്നുണ്ടെങ്കിൽ നീർക്കെട്ട് വരും എൻ്റെ ശരീരത്ത്. അപ്പം ഞാൻ എന്ത് ചെയ്യും? ജീവിക്കാൻ സമ്മതിക്കുന്നെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കുക? അതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. ഈ കമൻ്റ് ഇടുന്ന ആൾക്കാർ മനസ്സിലാക്കണം, എൻ്റെ അവസ്ഥ മനസ്സിലാക്കണം എന്നാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. കാരണം നമ്മൾ വേണമെന്ന് വെച്ചിട്ട് നമ്മൾ ഒരിക്കലും ഇത്രയും വളർത്തിയ മക്കളെ നമ്മൾ കൊന്നു കളയില്ല. അതും ഒരമ്മ ഒരിക്കലും ഒരു മക്കളെ കൊന്നു കളയില്ല. അത്രയും കൂരിയായിരിക്കണം ആ അമ്മ എന്ന് പറയുന്ന വ്യക്തി. എനിക്ക് എൻ്റെ മക്കളെ ഇത്രയും ചേർത്ത് പിടിച്ച് എൻ്റെ മക്കൾ ഇത്രയും വലുതാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തെണ്ടിയിട്ടായാലും എൻ്റെ മക്കളെ നോക്കും. പക്ഷെ നമുക്ക് അതിനും സമ്മതിക്കാതെ വരുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു പോണത്. അല്ലാണ്ട് ഇത് നമ്മൾ മക്കളെ വേണക്ക് കൊല്ലാൻ വേണ്ടിയിട്ടൊന്നല്ല നമ്മൾ പറഞ്ഞത്. നമ്മുടെ അവസ്ഥയാണ് നമ്മൾ അങ്ങനെ പറയിപ്പിക്കുന്നത്. പഞ്ചായത്തിൽ നിന്നും വന്ന് പൊളിച്ചു മാറ്റാൻ പറയുന്നുണ്ടല്ലോ, അതെന്താ? ഇത് പഞ്ചായത്താണോ PNW ആണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതിന്റെ ഒരു വകുപ്പ് നമുക്കറിയില്ല. അത് പഞ്ചായത്തിൽ നിന്നാണെന്നോ അല്ല PNWക്കാരാണെന്ന് എനിക്കറിയില്ല. ഇവിടെ ഒരു 2 വ്യക്തികൾ 2 വണ്ടികളായിട്ട് ഇവിടെ വന്ന അവരതിലൊരു ലേഡി ആയിരുന്നു. ഒരു മുസ്ലിം തട്ടൊക്കെ ഇട്ടിട്ട് ഒരു മുസ്ലിം ലേഡി ആയിരുന്നു. അതും വന്നു. അവർക്കൊക്കെ മനസ്സിലാക്കാം, കാരണം അവരൊക്കെ കുടുംബമായി ജീവിക്കണവരാ. അതിൽ തന്നെ ഒരു സാറ് വേറെ. ഇവർ 2 ആളാണ് എന്നോട് കട പൊളിക്കാൻ വേണ്ടി പറയണത്. കാരണം ഇതിൽ നോക്കി, ഇവിടെ എവിടെയെങ്കിലും നിങ്ങളൊരു ഫ്ലെക്സ് കണ്ടിട്ടുണ്ടോ? ഒരു ഫ്ലെക്സ് പോലില്ല ഈ കടയിൽ. ഇത് ഞാൻ എൻ്റെ കൈ കൊണ്ട് എൻ്റെ മക്കൾ എഴുതിയിട്ടേക്കണം ബോർഡ്. അത് ഞാൻ താഴത്തല്ല വെച്ചിക്കണതേ, ഈ കടയുടെ മുകളിലാണ് കെട്ടിക്കണത്. ഇത് ഫ്ലെക്സ് എന്ന് പറയാനായിട്ട് അവർക്ക് പറ്റില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഞാൻ ഇവിടെ ഒരു ഫ്ലെക്സ് ഒന്നും വെച്ചിട്ടില്ല. അവർ പറയാനായിട്ട് അവർ പറയണത് ഞങ്ങൾ ഫ്ലെക്സ് എടുക്കാൻ വന്നതാണ്. പക്ഷെ ഇവിടെ ഒരു ഫ്ലെക്സ് ഇല്ല. ഫ്ലെക്സ് ഞാൻ അടിച്ചിട്ടില്ല. അത് അടിക്കാനുള്ള കാശ് പോലും എൻ്റെ കയ്യിലില്ല. വെറുതെ അവർക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ല. അത് കാരണം അതിൽ സാർ നോക്കിക്കോ, അതായത് എൻ്റെ മക്കള് കരിക്കുന്ന എഴുതി വെച്ചാൽ എൻ്റെ മക്കളാണ് ഇത് എഴുതി വെച്ചേക്കണത്. ഈ ഒരു ഫ്ലെക്സ്, ഈ ഒരു ബോർഡ് അല്ലാണ്ട് ഇവിടെ ഒരു ഫ്ലെക്സ് എന്ന് പറയുന്ന സംഭവം ഞാൻ തൂക്കിയിട്ടിട്ടില്ല. ഇത് 8 രൂപയുടെ ഒരു പേപ്പർ മേടിച്ചിട്ട് 4 പീസാക്കിയിട്ട് ഞാൻ വെച്ചേക്കണത്. അത് അങ്ങനെയാണ് ഇവിടെ വന്നിട്ട് ഈ കട പൊളിക്കണം എന്ന് പറയണത്. ഇങ്ങനെ പറയുന്ന ആൾക്കാരോട് ഞാൻ എന്താ പറയുക? ഫ്ലക്സ് വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണോ ഒരു കട പൊളിക്കാൻ? ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഫ്ലക്സ് വെച്ചു, ഈ കട പൊളിക്കണം, ഇത് വഴിയോരത്ത് കച്ചവടം ചെയ്യാൻ പാടില്ലാത്ത സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ടാണ് അവര് ഇത് പൊളിക്കണം എന്ന് പറയണത്. അപ്പൊ തൊട്ടിപ്പറയുള്ള കടകളൊക്കെ പൊളിക്കാൻ വേണ്ടിയുള്ളത് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, അവരോടൊന്നും പോണ കണ്ടി. ഇപ്പൊ ഈ 3 ദിവസമായിട്ട് ഇവർ അടുപ്പിച്ച് എൻ്റെ അടുത്തേക്കാണ് വരുന്നത്. ആ വണ്ടി അവിടെ തൊട്ടപ്പുറത്തുള്ള കടകളിൽ പോവുകയും അവരോടൊരു കാര്യം പറയുകയില്ല. ഇതിനെക്കാട്ടിലും ഞാൻ പറയട്ടെ, ഇതിനെക്കാട്ടിലുള്ള അവസ്ഥയിലാണ് അവിടെ കടയിരിക്കുന്നത്. നടക്കാൻ പോലെ ഒരു വണ്ടി സൈഡ് കടന്നു പോകാൻ പറ്റില്ല. അതേപോലെ അവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് പണിതിട്ടുണ്ട്. അത് ബസ് കാത്തിരിപ്പുകാർക്കാണ്. പക്ഷെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ അവിടെ വന്ന് കരിക്ക് കുടിക്കുകയും അവിടെ നിന്ന് ഷെയ്ക്ക് കുടിക്കുകയൊക്കെയാണ് അവിടെ ചെയ്യുന്നത്. അതിനൊന്നും ആർക്കും ഒരു പ്രശ്നമില്ല. നമുക്ക് വണ്ടി കയറാൻ വരുന്ന ആൾക്കാർക്ക് ഇരിക്കാൻ പോലെ ഒരു ഇരിപ്പടം ഉണ്ടാവില്ല. തിരക്കൊന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊന്നും ആൾക്കാർക്ക് പ്രശ്നമില്ല. ഞാനൊരു 2 ടേബിൾ ഇട്ട് ഇവിടെ ഒരു 4 കാല് കുത്തിയിരുന്ന് കച്ചവടം ചെയ്യണതാണ് പ്രശ്നം. അല്ലെങ്കിൽ ഇത്രയും ആൾക്കാർ അറിഞ്ഞതിന് ശേഷം എന്തെങ്കിലും സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ഇതുവരെ? ഇല്ല, നമുക്കൊരു സഹായവും ഇല്ല. ഒരാളൊന്നും വന്ന് പറഞ്ഞിട്ടും ഇല്ല നമ്മളോട്. നാട്ടുകാരുടെ സൈഡിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയാണ് ഇപ്പൊ? ഇല്ല, നമുക്കില്ല, സപ്പോർട്ടും ഇല്ല. നാട്ടുകാരുടെ വക സപ്പോർട്ടും ഇല്ല നമുക്ക്. ഇവരാരും ഒന്നും പറയുകയോ ചെയ്യുകയോ ഒന്നും ഇല്ല. പിന്നീട് ഇതിന് ശേഷം ഈ ഒരു വാർത്ത പുറത്തു വന്നതിന് ശേഷം ആരെങ്കിലും വിളിക്കുകയോ പറയുകയോ എന്തെങ്കിലും ചെയ്തിരുന്നോ? ഇല്ല, ഗവൺമെന്റുകാരും നമ്മളെ വിളിച്ചിട്ടും ഇല്ല, പറഞ്ഞിട്ടും ഇല്ല. ഇപ്പോൾ ഈ അടുത്ത് പല പ്രശ്നങ്ങൾ ഇതുപോലെ പലർക്കും നേരിട്ടിട്ടുണ്ട്. ആ ഒരു സമയത്താണ് പലരും ആത്മഹത്യയെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി അങ്ങനെ ഒരു ചിന്ത ചേച്ചിയുടെ മനസ്സിലുണ്ടോ? ഇല്ല,
എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്യില്ല എന്ന് പറയണത് കിടു മീഡിയയിലെ ഒരു കണ്ണൻ എന്ന് പറഞ്ഞ ആള് എൻ്റെ ഇപ്പൊ ഒരു എന്താ പറയാ എന്താളെ കുറിച്ച് കൂടുതൽ പറയാന്ന് എനിക്കറിയില്ല. ആള് കാരണം കൊണ്ടാണ് ഞാൻ ഇന്ന് എൻ്റെ 3 മക്കളും ഇന്ന് ഇവിടെ ജീവനോടൊക്കെ. എനിക്ക് ഏറ്റവും കൂടുതൽ നന്ദി പറയാനുള്ളത് ആളോടാ. അല്ലാണ്ട് നമുക്ക് വേറെ ആര് വന്നോ എന്തേന്നുള്ളതല്ല. ഈ സംഭവങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവന്നത് ആളാണ്. എനിക്ക് ആളോടാണ് എല്ലാ കാര്യങ്ങളും പറയാറ്. അതേപോലെ തന്നെ ഞങ്ങളെ ചേർത്ത് പിടിച്ച SP സാറിനോടും. അവർ 2 കൂട്ടരാണ് ഇന്ന് ഞങ്ങളുടെ ഒപ്പം ഉള്ളതും ഞങ്ങളെ സഹായിക്കണതും അവരാണ്. ഇപ്പം എന്താവശ്യത്തിനും എനിക്ക് കണ്ണൻ ചേട്ടനെ സ്വന്തം ആങ്ങളെ പോലെ എനിക്ക് വിളിച്ചു വരുത്താം. അവരെന്ത് കോള് വന്നാലും അപ്പം തന്നെ അറ്റൻഡ് ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ കൂടെ അവരെപ്പോഴും ഉണ്ട്. അവരും അവരുടെ 2 പെങ്ങന്മാരും എൻ്റെ കൂടെയുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിൽ നിന്നും ഇങ്ങനൊരു അനുഭവം ഉണ്ടായി. SP ഓഫീസിൽ ചെന്നപ്പോൾ അതിനൊരു പരിഹാരം പോലെ അവർ സംസാരിക്കുകയും ചെയ്തു. എന്നാൽ ഇനി എന്തൊക്കെയാണ് ചേച്ചിയുടെ ഒരു ആവശ്യം എന്ന് പറയുന്നത്? എനിക്ക് പറയുന്നത് ഈ കട പൊളിക്കരുത്. മെയിനായിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെന്നാണ് എൻ്റെ വരുമാനം. ഈ വരുമാനത്തിന് ഈ കട പൊളിച്ചു പോകരുത്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഇരിക്കാൻ ഒരു ഇരിപ്പിടം ഈ പറയണ ആരാണോ നമുക്ക് ആരോടാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അത് കാരണം കൊണ്ട് ആരാണോ ഈ വീഡിയോ കാണുന്നത് അതിനുള്ള ഒരു സൊല്യൂഷൻ എനിക്ക് കണ്ടുപിടിച്ച് തരണം. എനിക്കും എൻ്റെ കാര്യം പോട്ടെ, നമുക്ക് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ ജീവിതം കഴിഞ്ഞു പോയത് അതല്ല നമ്മുടെ ആവശ്യം. എൻ്റെ 2 പെൺകുട്ടികളുടെ കാര്യമാണ്. മോനാണ് ഇവിടെ വേണമെങ്കിലും കെടുക്കുക. അതേപോലെ തന്നെ 2 പെൺകുട്ടികൾ പ്രായം കഴിഞ്ഞ 2 പെൺകുട്ടികളാണ് എനിക്ക് ഇന്ന് അവരെ ഒരു അടച്ചുറപ്പിൽ കെടുത്തണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് പറയുന്നത്. എനിക്കൊരു വീടും സ്ഥലവും വേണം. അതാണ് എൻ്റെ ആവശ്യം. ഇപ്പോൾ വീടാണല്ലോ ആവശ്യം പറയുന്ന വീടല്ല, നമുക്ക് സ്ഥലവും വീടും വേണം. സ്ഥലവും ഇല്ല ഞങ്ങൾക്ക്. അപ്പോൾ അതിനുവേണ്ടി പഞ്ചായത്തിൽ നിന്നും പല പദ്ധതികളും ഉണ്ട്. ഇപ്പോൾ വീട് കിട്ടാനായിട്ടായാലും സ്ഥലം കിട്ടാനായിട്ടായാലും അതിനെക്കുറിച്ച് അന്വേഷിച്ചിരുന്നു. ഞാൻ എഴുതി കൊടുത്തിട്ട് നമുക്ക് റേഷൻ കാർഡ് ഇല്ല എന്നൊരു പേര് പറഞ്ഞിട്ടാണ് അത് തള്ളിക്കളഞ്ഞത്. അത് മാത്രമല്ല, ഇപ്പം നമ്മുടെ ഇവിടെ ഇരിഞ്ഞാലക്കുടയിൽ മന്ത്രി സാർ വന്നിരുന്നു. ആളുടെ അതിലും നമ്മൾ അപേക്ഷ വെച്ചു, സ്ഥലത്തിന് വേണ്ടിയിട്ട്. അപ്പോഴും നമുക്ക് അവർ അന്വേഷണത്തിന് ആളെ അന്വേഷിച്ച് വന്നപ്പോൾ ഞങ്ങൾക്ക് റേഷൻ കാർഡ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അതും ഈ പട്ടികയിൽ ചേർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞവർ. അപ്പൊ റേഷൻ കാർഡ് ലഭിച്ചിട്ടില്ല. റേഷൻ കാർഡിന് അപേക്ഷ കൊടുത്തപ്പോൾ എന്താ പറഞ്ഞത്? അത് പറഞ്ഞത് നമുക്ക് അതിൽ വീട്ടു നമ്പർ വെക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് വീടില്ല, സ്ഥലമില്ല. അപ്പൊ നമ്മളെങ്ങനെ വീട്ടു നമ്പർ വെക്കും? പിന്നെ അവർ പറയുന്നത് വാടക വീട്ടിലത്തെ കരാറ് പ്രകാരം. അത് ആരും സമ്മതിച്ച് തരുന്നില്ല. ഞങ്ങളിപ്പോൾ ഒരു 15 വർഷത്തോളം ഉണ്ടാവും ഞാൻ വാടകയ്ക്ക് ഇരുന്നിട്ട്. ഈ 15 വർഷം നമ്മൾ ഇവരെ പിന്നാലെ വന്നിട്ടുണ്ട് വീട്ടുകാരെ. നമ്മൾ ഈ വാടകയുടെ വാടക കൊടുത്ത് നമ്മളൊരു 3 മാസമൊക്കെ കഴിഞ്ഞിട്ടാവും നമ്മൾ ഇവരോട് ഒരു റേഷൻ കാർഡിൻ്റെ കാര്യം. അപ്പം പറയും അവർ എന്തെങ്കിലും കാരണം, അതായത് ഒന്നല്ലെങ്കിൽ വീട് പൊളിച്ചു പണിയണമെന്ന് പറയും, അല്ലെങ്കിൽ റെൻറ്റ് കൂട്ടും. അല്ലെങ്കിൽ റെൻറ്റ് കൂട്ടിയാൽ നമുക്ക് താങ്ങില്ല. പിന്നെ വീട് പൊളിച്ചു പണിയുക, അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം പറഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് ഒഴിപ്പിക്കുക. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എനിക്ക് എന്നിട്ട് നമ്മൾ എല്ലാ വീടും കൊടുക്കുമ്പോൾ നമ്മൾ ചോദിക്കും, ചേട്ടാ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു റേഷൻ കാർഡ് ഇല്ല, 1 കിലോ അരി മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് റേഷൻ കാർഡ് തരുമെന്ന്. പക്ഷെ അപ്പോഴും അവർ നമ്മളിത് ചോദിച്ചാൽ പക്ഷേ അപ്പം അവർ പറയും വീട് കഴിഞ്ഞോട്ടാ, എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി അവർ പറയും ഒഴിയാനായിട്ട്. അതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞങ്ങൾ ഇരിക്കുന്ന വീട്ടിലും അങ്ങനെ തന്നെ സംഭവിച്ചു. 4 മാസത്തെ വാടക കൊടുത്തു. 5-ാം മാസമായപ്പോൾ ഞാൻ റേഷൻ കാർഡിന് ചോദിച്ചപ്പോൾ ഇത് തന്നെ ഒഴിയണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ റേഷൻ കാർഡും ഇല്ല, റേഷൻ കാർഡ് ഇല്ല, സ്ഥലമില്ല, ഗ്യാസ് കണക്ഷൻ ഇല്ല, നമുക്ക് ഒന്നും ഇല്ല. ഇപ്പോൾ നമുക്ക് ഗവൺമെന്റിന്റെ ഒരു അംഗീകാരം ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഇപ്പോ ചേച്ചിയുടെ പേരിൽ എന്തെങ്കിലും സ്ഥലമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല? ഇല്ല. ബന്ധുക്കൾ എനിക്ക് ഒരുപാട് ബന്ധുക്കളുണ്ട്. പക്ഷെ അവരൊന്നും നമ്മുടെ പോലെ തന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് ജീവിക്കണവർ. അവരൊക്കെ നമ്മൾ ഇരുമ്പിന്റെ പാത്രങ്ങൾ എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അതായിരുന്നു ഞാനും അതിന് തന്നെ പോയായിരുന്നത്. പക്ഷെ എനിക്ക് വെയിറ്റ് എടുത്ത് നടക്കാൻ പറ്റാണ്ടാണ് ഞാൻ ഈ കട വന്ന് തുടങ്ങിയത്. അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരാണ് എനിക്ക്. പിന്നെ എനിക്ക് 2 ആങ്ങളമാരുണ്ട്. ഒരാൾ ഇരിഞ്ഞാലക്കുടയിൽ ചെരുപ്പ് കുത്തായിരിക്കണ്, ഒരാൾ മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണ് അവൻ്റെ തണ്ടന്നെ ചതവ്. എൻ്റെ പോലെ തന്നെ തണ്ടന്നെ പ്രശ്നമായിട്ട് അവന് ഭാരപ്പെട്ട പണിക്കൊന്നും അവനും പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെയുള്ള ഒരാങ്ങളേനെ. പിന്നെ എനിക്ക് അച്ഛല്ല, അമ്മയാണ് ഉള്ളത്. അമ്മയും കൂലിപ്പണിക്ക് പോയിട്ടാണ് ജീവിക്കണത്. അപ്പം നമ്മൾ ആരോട് ചോദിക്കും? പിന്നെ നമുക്ക് ഒരുപാട് ബന്ധുക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരും ഇപ്പം നമുക്ക് അവരെ കൊണ്ട് പറ്റണത് നമുക്കൊരാളായി നിൽക്കാനാ. അതിപ്പോൾ നമ്മുടെ കൂടെ അവരുണ്ട്, നമുക്കൊരാളായിട്ട് അവരുണ്ട്. അല്ലാണ്ട് നമുക്ക് പണം തരാനോ എടുക്കാനോ അവരെ കൊണ്ട് കഴിയില്ല. ഇപ്പോൾ അവസാനമായിട്ട് എല്ലാവരോടായിട്ട്, അത് പ്രേക്ഷകരോടും അതുപോലെ തന്നെ സർക്കാരിനോട് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? സർക്കാരിനോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഇത് കണ്ട് ഞങ്ങൾക്കൊരു വീടും ഒരു സ്ഥലവും ഒരു റേഷൻ കാർഡും ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണമെന്ന്. പിന്നെ പ്രേക്ഷകരോട് നമ്മുടെ അവസ്ഥ കാരണം കൊണ്ടാണ് ഞാൻ എൻ്റെ പിള്ളേരും വെച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറയുന്നത്.
അതെൻ്റെ ഒരു അവസ്ഥയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഒരിക്കലും എൻ്റെ മക്കളെ കൊന്നു കളയണമെന്നോ അല്ലെങ്കിൽ എൻ്റെ മക്കളെ കൊന്നു കളയുന്നത് ഞാൻ വിചാരിക്കില്ല. കാരണം ഞാൻ അമ്മയാണ്. അവരുടെ ഒരു 2.5 വയസ്സ് നമുക്കുള്ളപ്പോൾ തൊട്ട് ഞാൻ കഷ്ടപ്പെട്ട് എൻ്റെ മക്കളെ ഞാൻ നോക്കണം. എൻ്റെ മോനെ 2.5 വയസ്സുള്ളപ്പോൾ, ഇപ്പം എൻ്റെ മോന് 10 വയസ്സായി. ഇത്രയും ഉള്ളിൽ ഞാൻ അവരെ കൊല്ലാൻ നോക്കില്ല. പക്ഷെ ഞാൻ 2 പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. പക്ഷെ എന്തോ എൻ്റെ മക്കളുടെ കുരുത്തം കൊണ്ടാണ് എനിക്കൊന്നും സംഭവിക്കാണ്ടിരുന്നത്. ഇപ്പോൾ പ്രേക്ഷകരോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഇവരെല്ലാവരും എനിക്ക് അനുകൂലിച്ച് സംസാരിക്കണം, എനിക്ക് വേണ്ടി പറയണം, എനിക്കൊരു വീടും സ്ഥലവും കിട്ടണം, റേഷൻ കാർഡും. അതാണ് ഇപ്പം എൻ്റെ ആവശ്യം.